കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഒരു ചെറുപ്പക്കാരൻ രാജ്യതലസ്ഥാനത്ത് നിന്നും കേരളത്തിലൊരു ചാനലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ്. വിഷയം ഹരിയാന സീറ്റ് കോഴ. ഹരിയാനയിലെ സീറ്റ് കോഴയിൽ കേരളത്തിന് എന്തു പ്രാധാന്യം എന്തെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുക. എന്നാൽ ഈ സീറ്റ് കോഴ വിവാദത്തിൽ കേരളത്തിന് റോളുണ്ട്. അതായത് ലോക്സഭാംഗങ്ങളായ 2 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ സീറ്റ് കോഴയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ ഈ പറഞ്ഞ വാർത്തയുടെ ഉള്ളടക്കം. റിപ്പോർട്ടർ നോക്കി, ഏഷ്യാനെറ്റ് നോക്കി, 24 നോക്കി, മനോരമ നോക്കി, മാതൃഭൂമി നോക്കി, മീഡിയ വൺ നോക്കി, അങ്ങനെ നോക്കി മടുത്തു. എവിടെയും തലങ്ങും വിലങ്ങും ബിഗ് ബ്രേക്കിങ്ങോ ചെറപറാപായുന്ന ബ്രേക്കിംഗ് ടെക്സ്റ്റുകളോ മിന്നിമറയുന്ന തലക്കെട്ടുകളോ കാണുന്നതേയില്ല. എന്താ കാരണം? അതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഹരിയാന സീറ്റ് കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് AICC ജനറൽ സെക്രട്ടറി, വെറും സെക്രട്ടറി അല്ല, സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ലോക്സഭാംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷുമാണ്. ഡീൽ വിവാദത്തിൽ മുങ്ങി വരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പാണ് ന്യൂസ് ലാബ് ഇന്ന് പരിശോധിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആരാണെന്നല്ലേ? കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ വിഷ്ണുവാണ് ആ ചെറുപ്പക്കാരൻ. ഞാൻ കൈരളി ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകനല്ല. ജോലിയുടെ ഭാഗമായി നോക്കുന്നത് മറ്റ് മുൻനിര ചാനലുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ചാനലുകളിലൊന്നും കാണാത്ത ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടും കുറച്ച് വാർത്താ ദൃശ്യങ്ങളും ഒരു സുഹൃത്ത് വാട്സാപ്പിൽ അയച്ചു തന്നതാണ്. വാർത്ത പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചെറുതല്ലാത്ത ഞെട്ടലുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്ണു ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയായിരുന്നു എനിക്ക് കിട്ടിയത്. കൈരളി ചാനലിൽ എനിക്ക് അത്രയ്ക്ക് പരിചയക്കാരൊന്നുമില്ല. പത്തനംതിട്ട റിപ്പോർട്ടർ എൻ്റെ നാട്ടുകാരനായതിനാൽ ആ പരിചയം വെച്ച് വിളിച്ച് ഡൽഹി റിപ്പോർട്ടർ വിഷ്ണുവിൻ്റെ നമ്പർ വാങ്ങി. വിഷ്ണുവിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഞെട്ടലും അത്ഭുതവും ഇരട്ടിച്ചതേയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് കോഴ കൊടുത്തു എന്ന ആരോപണത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി തട്ടിപ്പിനിരയായ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ നാളെ 2 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഗൗരവ് കുമാറിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 23 മുതൽ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ നിന്ന് ഹരിയാന സീറ്റ് കോഴ വിവാദത്തെക്കുറിച്ച് വിഷ്ണു ഇടതടവില്ലാതെ വാർത്തകൾ ചെയ്യുകയാണ്. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിലൊന്നും ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ട് പോലുമില്ല എന്ന മട്ടിലാണ് ദിനേന വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ സൈബർ കമ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന സൈബർ ഇടപെടൽ നടത്തുന്നവർ സ്ഥിരമായി പറയുന്നൊരു വാചകമുണ്ട്. CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ അമ്മാവൻ്റെ അയൽവാസിയുടെ ബന്ധു പോലീസ് പിടിയിലായാൽ CPM കുരുക്കിൽ എന്ന് ബ്രേക്കിംഗ് അടിച്ചുവിടുന്ന മാമാ മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് കയറ്റി പറയുന്നില്ലെങ്കിലും ചോദിച്ചു പോവുകയാണ്. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളെ ഉളുപ്പില്ലേ സുപ്രധാനമായൊരു വാർത്ത മുക്കി നിർവൃതി അടയാൻ? നാണമില്ലേ മാധ്യമങ്ങളെ? മാധ്യമ പ്രവർത്തനമെന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലിനെ ഇങ്ങനെ തരം താഴ്ത്താൻ? ദില്ലി പോലീസ് കേസെടുത്ത ആ വിഷയത്തിൽ ഹരിയാനയിലെ സീറ്റ് കോഴയാണ് ഞാൻ ഉദ്ദേശിച്ചത്. KC വേണുഗോപാലും കൊടിക്കുന്നിലും പ്രിയങ്കയുടെ ഓഫീസുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന 7 കോടിയുടെ കോഴ വിവാദമാണ്, പരാതിയാണ് നിൽക്കുന്നത്. എത്ര മാധ്യമങ്ങൾ എത്ര ജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇന്ന് പരിശോധിക്കാൻ സൗകര്യം കുറെ കൂടി ഉള്ള കാലമാണല്ലോ. പക്ഷേ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ വല്ലാതെ കുറയ്ക്കുക, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, അവരോട് പ്രതികരിക്കാൻ അവരെ നിർബന്ധിതരാക്കുക എന്ന നിലയിലേക്കുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു തലം നമ്മുടെ വാർത്താ പരിസരത്ത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളുമായി ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. മറ്റ് ചാനലുകൾ ഒന്നും കാര്യമായി എടുക്കാത്ത വാർത്ത ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 2024 നടന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സുചിത്ര ദേവിക്ക് ബാവൽ മണ്ഡലത്തിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസും ചേർന്ന് 7 കോടി രൂപ വാങ്ങിയെന്നതാണ് വാർത്തയ്ക്ക് ആധാരമായ സംഗതി. സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ തിരുവനന്തപുരത്തെത്തി വാർത്താ സമ്മേളനം നടത്തുകയും കേസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂറിസ്ഡിക്ഷൻ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേരള പോലീസ് അന്ന് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. KC വേണുഗോപാലിന് 75 ലക്ഷവും PA അനസിന് 10 ലക്ഷവും കൊടിക്കുന്നിൽ സുരേഷിന് 90 ലക്ഷവും പ്രിയങ്ക ഗാന്ധിയുടെ PAയ്ക്ക് 25 ലക്ഷവും തുടങ്ങി 7 കോടി രൂപ നേതാക്കൾ തട്ടിയെടുത്തുവെന്നാണ് ഗൗരവ് കുമാറിൻ്റെ പരാതി.
പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടാതെ വന്നതോടെയാണ് ഗൗരവ് കുമാർ മാധ്യമങ്ങളെ സമീപിച്ചതും അത് കൈരളിയിൽ വാർത്തയായി വന്നതും. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത ക്യാരി ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ മാധ്യമങ്ങളടക്കം വാർത്ത ഇപ്പോൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വരുന്ന അത്തരത്തിലൊരു ചർച്ചയിലേക്കൊക്കെ പോയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് KC വേണുഗോപാൽ തന്റെ മുഖം രക്ഷിക്കാനുള്ള ചില നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. KC വേണുഗോപാൽ തന്റെ PA ആയിട്ടുള്ള അനസ് അലിയെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചെത്തിയ ഗൗരവ് കുമാറിനെ പോലീസ് അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ ഗൗരവ് കുമാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു. ഇക്കാര്യം ദേശീയ വാർത്താ ഏജൻസികളിലൊന്നായ ANI Xൽ പങ്കുവച്ചിരുന്നു. എന്നാൽ FIR വന്നിട്ട് വാർത്ത കൊടുക്കാമെന്ന നിലപാടിലായിരുന്നു അത്രേ കേരളത്തിലെ മാധ്യമങ്ങൾ. എല്ലാ നേതാക്കളെയും അപ്രസക്തമാക്കി കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഭൂരിപക്ഷത്തെയും തൻ്റെ പക്ഷത്ത് ചേർത്തോ തൻ്റെ പക്ഷത്തുള്ളവർക്ക് സീറ്റ് നൽകിയോ പുതിയ ഗ്രൂപ്പിന് തന്നെ രൂപം നൽകിയ KC വേണുഗോപാൽ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ കോൺഗ്രസിനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടി വരികയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ KC കളത്തിലില്ല. ഗൗരവ് കുമാർ ഉന്നയിച്ച പരാതിയിൽ കേസെടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായതോടെ KC രാജ്യതലസ്ഥാനത്തേക്ക് വണ്ടി കയറി. മധ്യസ്ഥർ മുഖാന്തരം ഗൗരവ് കുമാറിനെ കണ്ട് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഓട്ടത്തിലാണ് KC എന്നാണ് ഡൽഹിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിൻ്റെ നേരവകാശികളായ 3 നേതാക്കൾ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ഉൾപ്പെട്ട ഹരിയാന സീറ്റ് കോഴ വിവാദം നിങ്ങളുടെ വീട്ടിലെ TV-യിൽ ഏതെങ്കിലും ഒരു മുൻനിര ചാനലിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇത്രയും വലിയൊരു വാർത്ത തമസ്കരിക്കപ്പെട്ട സമയത്ത് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് വയനാട് പുനരധിവാസത്തിനായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച കാശ് എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഇതേ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതിൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉത്തരമൊന്നും ലഭിക്കാതായ സാഹചര്യത്തിലാണ് MV ഗോവിന്ദൻ ചോദ്യം വീണ്ടും ഉന്നയിച്ചത്. ഇതുവരെ ആരും മറുപടി പറഞ്ഞതായി വിവരം ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങൾ അതത്ര വലിയ വാർത്തയായി കൈകാര്യം ചെയ്യുന്നുമില്ല. അവരിപ്പോഴും നാട്ടുകാർക്ക് മനസ്സിലാകാത്ത ഡീൽ വിവാദത്തിൻ്റെ പിന്നാലെയാണ്. ഇതേ മാധ്യമപ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്കോ KC വേണുഗോപാലിനോ കൊടിക്കുന്നിൽ സുരേഷിനോ ദോഷം വരുന്ന വാർത്ത ചെയ്യുമോ? നിങ്ങൾ പറ. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളോ പത്രങ്ങളോ ഈ വാർത്ത അർഹിക്കുന്ന ഗൗരവത്തോടെ ചെയ്യുമോ? പണ്ടങ്ങാണ്ട് കാർൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മാറ്റമല്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമെന്ന്. ഞാൻ പറയുന്നു, മാറ്റമില്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്കും മാറ്റമില്ലെന്നാണ്. അല്ലെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കുക.